കോഴി വളർത്തൽ നഷ്ടത്തിലേക്കാവാനുള്ള പ്രധാനമായിട്ടും 3 കാരണങ്ങളുള്ളത്. ഒന്നാമതായിട്ട് നമ്മളെ കോഴികൾ സെയിലാവാത്ത ഒരവസ്ഥ വരുമ്പോൾ, രണ്ടാമതായിട്ട് തീറ്റ ചെലവ് കൂടുതലായി വരുമ്പോൾ, നമ്മൾ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ എടുത്ത് തീറ്റ വാങ്ങിക്കുമ്പോൾ അപ്പോൾ നഷ്ടമാവും. പിന്നെ മൂന്നാമത്തെ കാരണം എന്താ വെച്ചാൽ കോഴികൾക്ക് അസുഖം വന്ന് ചത്തു പോകുമ്പോൾ. ഈ 3 കാരണങ്ങളാട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ചിലവ് കുറച്ചിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതായത് തീറ്റ ചിലവ് കുറയ്ക്കണം. പിന്നെ കൂടൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ തീറ്റ ചിലവ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരത്തിൽ കൂടുതൽ പച്ചിലകൾ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇപ്പം മഴക്കാലമാണ്, നമുക്ക് ഇഷ്ടംപോലെ പച്ചിലകൾ കിട്ടാനുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയാട്ടോ. ഇതാണ് അസോള. ഇത് പയൽവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇത് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര വിലയൊക്കെ പറഞ്ഞ് വിൽക്കുന്നുണ്ട്. അത്ര വിലയൊന്നും ഇല്ല കേട്ടോ. ഇത് നമുക്ക് പെറ്റ് ഷോപ്പിലും കിട്ടും. പിന്നെ മീനൊക്കെ വിൽക്കുന്ന എക്കോറൊക്കെ ഉള്ള ഷോപ്പിലും കിട്ടും. പിന്നെ നഴ്സറിയില്ലേ ചെടിയൊക്കെ വിൽക്കുന്ന അവിടെയൊക്കെ കിട്ടും കേട്ടോ. കുറഞ്ഞ റേറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് വെച്ചാൽ, നമുക്ക് കുറച്ച് വെള്ളം എടുക്കുക, അതിലൊരു ഇത്തിരി ചാണകപ്പൊടി കലക്കുക, ഇത്തിരി മണ്ണും കലക്കുക. എന്നിട്ട് നമ്മൾ ഒരു പിടി പിന്നെ അസോള അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് ഇളക്കാതൊക്കെ വെക്കണം 2 ആഴ്ചത്തേക്ക്. പിന്നെ അധികം വെയിലടിക്കാത്ത സ്ഥലത്ത് വെക്കുക. അപ്പോൾ ഇത് ഈ ചെടി ഒരുപാടായിട്ട് വരും കേട്ടോ. നമ്മൾ ഇട്ടതിനെക്കാട്ടും കൂടുതലായിട്ട് വരും. പിന്നെ ഇത് നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത ഉടനെ ഒരു കാരണവശാലും കോഴികൾക്ക് കൊടുക്കരുത്. എന്താ വെച്ചാൽ ഇതിൽ ചാണകത്തിൻ്റെ അംശവും മറ്റ് രാസവസ്തുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം കഴുകി നല്ലോണം വൃത്തിയാക്കിയതിൻ്റെ ശേഷം മാത്രമേ നമ്മളെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ആദ്യമായിട്ട് ഈ അസോള കൊടുക്കുമ്പോൾ കോഴികൾ കഴിക്കാൻ ഒരിത്തിരി മടി കാണിക്കും. അപ്പോൾ നമ്മളിത് തീറ്റയിൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കണം കേട്ടോ. കണ്ടോ, കഴുകിയ വെള്ളത്തിൽ തന്നെ ഒരുപാട് മണ്ണും ചാണകപ്പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലപോലെ വൃത്തിയാക്കിയതിൻ്റെ ശേഷം മാത്രമേ നമ്മളിത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഈ ഒരു ഇലക്കുള്ള പ്രത്യേകത. ഇപ്പോൾ മഴക്കാലമാണ്, നമുക്ക് ഇഷ്ടംപോലെ ഇല കിട്ടാണ്ട്. മുരിങ്ങൻ്റെ ഇല, പപ്പായൻ്റെ ഇല, ചേമ്പില, പുല്ല് എല്ലാം കിട്ടാനുണ്ട്. വേനലിലാണ് ശരിക്കും ഈ അസോളൻ്റെ ആവശ്യം. പക്ഷേ നമുക്കിപ്പോൾ അടുത്താണ് ഇത് കിട്ടിയത്. അപ്പോൾ നമ്മളിത് കുറഞ്ഞ രീതിയിൽ കുറച്ച് ബക്കറ്റിലും ഇതിലായിട്ട് വെച്ചിട്ടുള്ളൂ, ബേസിനിലാക്കിയിട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വരെ തീറ്റതാണ് ചോറ്, അവിൽത്തവിടും ഗോതമ്പ് മിക്സ് ചെയ്തത്. മറ്റേത് ഇളവൻ ജ്യൂസ് അടിച്ച് വെച്ചാട്ടോ. ഇളവൻ മിക്സിയിൽ അടിച്ച് വെച്ചാണ്. പിന്നെ നമ്മൾ അസോളയും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ കുറഞ്ഞ അളവിൽ കൊടുക്കുക, തീറ്റയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവരിത് തിന്ന് ശീലമാകുമ്പോൾ പിന്നെ ഇവർക്ക് ഇത് തനിയെ തിന്നോളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും അസോള നമ്മൾ വെള്ളത്തിൽ നിന്ന് വാരുമ്പോൾ നല്ലപോലെ കഴുകിയതിൻ്റെ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അസോള നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തറയിലൊരു വലിയ കുഴി എടുത്തിട്ട് അതിൽ താർപ്പായ വിരിച്ചിട്ട് കല്ല് വെച്ചാൽ ആ താർപ്പായിൽ വെള്ളം നിറച്ചാൽ അതിലൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷേ ഇപ്പോൾ ഈ മഴക്കാലത്തൊന്നും നടക്കില്ല കേട്ടോ. മഴവെള്ളം അങ്ങോട്ട് ഒലിച്ചിട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ മഴയത്ത് ഇതെന്തായാലും ഒരു വലിയ പാത്രത്തിലോ അല്ലെങ്കിൽ ചെറിയൊരു ടാങ്ക് കെട്ടിയിട്ട് മഴവെള്ളം വല്ലാതെ എത്താത്ത രീതിയിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അധികം വെയിലടിക്കുന്ന സ്ഥലത്ത് ഇത് വെക്കരുത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അസോള വളർത്തുമ്പോൾ അതിൽ കൊതുക് നിറയും ഈ മഴക്കാലത്ത് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറയുന്നുണ്ട്. പക്ഷേ കൊതുക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ അതിൽ കുറച്ച് മീനിനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിപ്പോൾ വളരെ കുറഞ്ഞ അളവിലുള്ളതുകൊണ്ട് നമ്മൾ മീനൊന്നും വാങ്ങിയിട്ടില്ല. ആ ചെറിയ ഗപ്പി മീനിനൊക്കെ കുറഞ്ഞ പൈസയുള്ളൂ. അപ്പോൾ മീനിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ലപോലെ മഴ കൊള്ളാത്ത, അധികം വെയിലടിക്കാത്ത ഒരു ഷീറ്റിൻ്റെ ചോട്ടിൽ എവിടെയും കൊണ്ടുവച്ചാൽ മതി. അപ്പോൾ അത് ഒരു പ്രാവശ്യം തന്നെ നമ്മളൊരു വാരിൽ വാരിയിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അതിൽ പിന്നെയും നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ചിലവില്ലാതെ നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല പോഷകാഹാരമാണ് ഈ അസോള. അതൊരു പായൽ ചെടിയാണ്. അപ്പോൾ അത് എല്ലാവർക്കും വേഗം തന്നെ ഉണ്ടാക്കാനും പറ്റും, എളുപ്പത്തിൽ നമുക്ക് കോഴികൾക്ക് വാരി കൊടുക്കാനും പറ്റും കേട്ടോ. നമ്മൾ ഇപ്പോൾ പലതും കൊടുക്കുന്നുണ്ട്. നമ്മൾ മുട്ടത്തോട് പൊടിച്ചിട്ട് കാൽസ്യത്തിന് അത് കൊടുക്കുന്നുണ്ട്, പപ്പായൻ്റെ ഇല അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം പോഷകങ്ങളുള്ള ഒരു ഇലയാണത്. അപ്പോൾ എല്ലാ കോഴികൾക്കും ഒരുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കാര്യമായിട്ടും പ്രധാനമായിട്ടും എനിക്കിവിടെ അധികം ചിലവ് വരുന്നത് സ്റ്റാർട്ടറിനാട്ടോ. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ബാച്ച് കോഴിമക്കളുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റാർട്ടർ വാങ്ങേണ്ടി വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാർട്ടറിൽ തന്നെ ഒത്തു പോകുന്നത്. അല്ലെങ്കിൽ മുരിങ്ങൻ്റെ ഇല അരിഞ്ഞിട്ടും വേറെ ഇലകൾ അരിഞ്ഞിട്ടും പുല്ലരിഞ്ഞിട്ടൊക്കെ ഒപ്പിച്ച് കൊടുക്കലുണ്ട്. പിന്നാലും ഞാൻ കുറച്ച് അരി പൊടിച്ചതും ഗോതമ്പ് പൊടിച്ചതും ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കലുണ്ട്. പിന്നെ മഴയാണ്ട് വല്ലാതെ അങ്ങോട്ട് കൊടുക്കലില്ല കേട്ടോ. അരി പൊടിച്ചും ഗോതമ്പ് പൊടിച്ചും ഒക്കെ കൊടുക്കുമ്പോൾ മഴക്കാലത്ത് വേഗം ദഹനത്തിൻ്റെ പ്രശ്നം വരും. അപ്പോൾ സ്റ്റാർട്ടർ തന്നെയാണ് നല്ലത്. ലേശം പൈസ ചിലവായാലും സ്റ്റാർട്ടർ തന്നെയാണ് നല്ലത്. അതുകൊണ്ട് എല്ലാ ബാച്ചിനും സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കുട്ടികൾക്കും തന്നെ ചെറുപ്പത്തിൽ തന്നെ പുല്ലുമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വളർത്തി കൊണ്ടുവന്നാൽ ഒരുപാട് തീറ്റ ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും കേട്ടോ. തീറ്റ ചിലവ് കുറച്ചാൽ തന്നെ ഇത് ലാഭത്തിലേക്ക് വരുള്ളൂ. എന്നാലും ഇത് വലിയ ലാഭമുള്ള പരിപാടിയാണെന്നൊന്നും ഞാൻ പറയില്ല. മാസം അത്ര കിട്ടും ഇത്ര കിട്ടും എന്നൊന്നും പറയുന്നില്ല. എന്നാലും എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പോക്കറ്റ് മണി ഇത് കിട്ടും. പിന്നെ അതൊക്കെ ഒരു മനസ്സിൻ്റെ സന്തോഷം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കോഴി വളർത്തലും യൂട്യൂബൊക്കെ എൻ്റെ ഒരു നേരം പോക്കാം. യൂട്യൂബിൽ നിന്നും തന്നെ എല്ലാ മാസമൊന്നും പൈസ ഒന്നും എനിക്ക് കിട്ടില്ല. ഇത് കുറേ കഴിയുമ്പോൾ എപ്പോഴെങ്കിലും ഒരു പൈസ കിട്ടും. ആകെ ഇപ്പോൾ 2 പ്രാവശ്യം അങ്ങനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ.